ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറേ നാളായി ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട്. കാരണം കുറേ നാളായെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസമായെന്ന് തോന്നുന്നു. കാരണം ഞാൻ നല്ല ബിസി ആയിരുന്നു ഗൈസ്. കാരണം എനിക്ക് ഇവിടെ ക്ലാസ്, വർക്ക്, പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. എനിക്ക് വീഡിയോസ് ഇടാനോ എഡിറ്റ് ചെയ്യാനും ഒന്നിനും പറ്റുന്നില്ല. പിന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു. ഇപ്പോഴും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കുറേ ഫുള്ളൊരു മെസ്സായിട്ടാണ് കുറച്ച് നാൾ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്കിങ്ങനെ ഓരോരുത്തർ വീഡിയോസൊക്കെ ഇടുന്ന കാണുമ്പോഴും ഓരോരുത്തർ ചോദിക്കാനാകുമ്പോഴും എനിക്ക് ഇനിയും വീഡിയോ ചെയ്യണമല്ലോ, സമയമില്ലല്ലോ, എനിക്ക് ഭയങ്കര ഒരു ബാഡ് അടിച്ച്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ വരട്ടെ, നടക്കേണ്ടൊക്കെ എന്തായാലും നടക്കും എന്നും പറഞ്ഞ് വീഡിയോ ഇടാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി വീഡിയോസൊക്കെ ഇടാമെന്ന്. അപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ റൂം കാണിച്ചു തരാം. റൂം വളരെ മെസ്സായിട്ടാണ് കിടക്കുന്നത്. ഇതാണ് എൻ്റെ റൂം ഗൈസ്. കട്ടിൽ ഞാൻ തല ഇവിടെയാണ് കേട്ടോ വെക്കണേ. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് കാണണം, എനിക്ക് ഈ ആകാശം കണ്ട് കിടക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ഇവിടെയാണ് പില്ലോ വെക്കുന്നത്. പിന്നെന്താണ് ഇതിപ്പോൾ ഗാർഡൻ എന്ന് പറയും, പക്ഷെ കാട് പോലെയാണ് കിടക്കണേ. ഓക്കെ, അപ്പം ഇതൊക്കെ എൻ്റെ കുറേ സാധനങ്ങളാണ്. ഇതൊക്കെ ഇവിടെ കുറേ ഈ റൂം ഇതിപ്പോൾ ഞാൻ വന്നിട്ട് കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഈ റൂമിലോട്ടേക്ക്. അതാ എൻ്റെ കുറേ പ്രഹസനങ്ങൾ. ഇത് ഞാൻ ഇന്നലെ കഴിച്ച പാത്രമാണ്, ഇതുവരെ എടുത്തുകൊണ്ട് പോയിട്ടില്ല. അതൊന്നും ഞാൻ പറയണ്ടല്ലോ, അറിയാലോ. ഗുളികകൾ ഒക്കെ സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒന്ന് വൃത്തിയാക്കണം റൂം. ഇത് കബോർഡാണ്, ഇവിടെയാണ് ഡ്രസ്സൊക്കെ വെച്ചിരിക്കണേ. നോക്കണ്ട, അലമ്പാണ്, ഇങ്ങനെ നോക്കിക്കോ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടേക്ക് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. ബൈ ദ ബൈ, ഞാൻ എവിടെ പോകണമെന്ന് നിങ്ങളോട് പറഞ്ഞില്ല ഗൈസ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. അവളിനെ കാണാനായിട്ട് ഗൈസ്. ഇന്നലത്തെ ക്ലൈമറ്റ് കണ്ട് ഇറങ്ങിയ ഞാനാണ് ഗൈസ്. ഇപ്പം ദാ എനിക്ക് നന്നായിട്ട് തണുക്കുന്നു. ഗൈസ്, നാട്ടിൽ ഒരു 10 മിനിറ്റ് നടക്കാത്ത ഞാനാണ് ഇവിടെ 40 മിനിറ്റ് നടക്കണത്. കുറേ കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് പഠിച്ചു. അതിലൊന്നാണ് ഈ നടത്തം. ഞാൻ വിചാരിച്ചു ടെസ്കോയിൽ നിന്ന് ചിക്കനോ എന്തെങ്കിലും കൂടി വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്ന് ചിക്കനും കൂടി വെച്ച് കറി കൂട്ടി ചോറുണ്ണാലോ. അപ്പം ഞാൻ ടെസ്കോയിലോട്ടേക്ക് കയറാൻ പോവാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ഇനി ഒരു 30 മിനിറ്റ്സ് ഉണ്ട് ഇവിടെ നിന്ന് ഇനി നടക്കാൻ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയുടെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരണമെന്നാണ്. കാരണം ഞാനിവിടെ ഇപ്പം നിന്നിട്ട് 1 വർഷമായി, എന്നിട്ട് എനിക്ക് ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഓരോന്നും ഇട്ട് കാണിച്ചു തരും. അപ്പോൾ ഞാനിപ്പോൾ ടെസ്കോയിൽ കയറിയിട്ട് അവിടെ നിന്ന് ചിക്കൻ്റെ ഇങ്ങനെ പീസായിട്ടുള്ളത് മേടിച്ചു. എന്നിട്ട് അത് മാത്രമല്ല, പിന്നെ ചീസ് കേക്കും വാങ്ങിച്ചിട്ട് പിന്നെ വീണ്ടും ഇവിടെ നിന്ന് ഒരു 25 മിനിറ്റ്സ് നടക്കണം. സത്യത്തിൽ ടെസ്കോയിൽ നിന്നല്ല ഞാൻ സാധനങ്ങൾ വാങ്ങുന്നത്, അൽദിയിൽ നിന്ന് തന്നെയാണ്. ടെസ്കോയിൽ ഭയങ്കര ക്യാഷാണ് കേട്ടോ. പിന്നെ ക്ലബ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അത്ര പൈസ ആവത്തില്ല ഇവിടെ. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ബാക്ക് സൈഡാണ് കേട്ടോ ഗൈസ്. ഇതുവഴി നടന്ന് നേരെ പോയാൽ നമുക്ക് യൂണിയിലെത്താം. ഞാൻ ഇവിടെ വന്നതിന് ശേഷം പോസ്റ്റ് ഇടുമ്പോഴൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, നീ ശരിക്കും UK തന്നെ ആണോയെന്ന്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ടിട്ടായിരിക്കും. നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കാരണം ഞാനൊരു കാര്യം പറയാം, UK ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ സമ്മറൊക്കെ ആകുമ്പം നല്ല ഭംഗിയാണ് കാണാൻ. അതായത് നല്ല പച്ചപ്പും ചെടികളും, പിന്നെ ഈ റോഡിൽ തന്നെ ഈ ബ്ലാക്ക് ബെറിയൊക്കെ നിൽക്കുന്നതൊക്കെ കാണും നമ്മൾ.
കാം ആൻഡ് ക്വയറ്റ് ആണ് ഈ സ്ഥലവും ഇവിടെയുള്ള ആൾക്കാരും. കാരണം ഇവിടെ അധികവും വയസ്സായ ആൾക്കാരാണ്. പിന്നെ എന്താ, ഈ റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ആൾക്കാരില്ലേ, അങ്ങനത്തെ ആൾക്കാരാണ് ഇവിടെ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം നമ്മുടെ മലയാളീസ് ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. എങ്കിലും എനിക്കുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കുറവാണ്. അങ്ങനെ നീണ്ട നടത്തത്തിന് ശേഷം ഞാൻ നീനുവിൻ്റെ വീട്ടിലെത്താറായി ഗൈസ്. എത്താറായിരിക്കുന്നു. അയ്യോ, ഇവിടെ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. എനിക്ക് എപ്പോൾ വന്നാലും എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഇത് എവിടെ ഏതാണ് വീടെന്നുള്ളത്. അങ്ങനെ ഞാൻ നീനുവിൻ്റെ വീട്ടിൽ വന്നു. എനിക്ക് ആദ്യമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഇവിടെ ഭയങ്കര ക്വയറ്റായിരുന്നു ഗൈസ്. കാരണം വീട്ടിൽ ഓണർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ ഓരോന്നും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരത്തി വിചാരിക്കായിരിക്കും ഞാൻ എന്തോ, കാരണം ഇത്രയും സാധനങ്ങൾ ഇരിക്കുകയല്ലേ വീട്ടിൽ, അപ്പം ഞാൻ വേറെന്തോ ചെയ്യണമെന്ന് വിചാരിക്കുമായിരിക്കും. ഗൈസ്, ഇവിടെ ആപ്പിൾ മരമുണ്ട്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട് ഇവിടുത്തെ ഗാർഡനിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു ആപ്പിളിന് അത്ര ടേസ്റ്റ് ഇല്ല ഇത്. കാരണം പ്രോപ്പറായിട്ട് ഇവർ ട്രീറ്റ് ചെയ്യാനില്ല. ഇത് ജസ്റ്റ് ഇത് നാച്ചുറലി വളരുന്നു എന്ന് മാത്രം. അപ്പം എന്തോ ടേസ്റ്റ് അത്ര ഇല്ല ഇതിന്. പക്ഷേ ഓവറോൾ ഈ ഇങ്ങനെ എന്താ ഗാർഡനിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ പ്ലമ്മും ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ഉണ്ട് ഇവിടുത്തെ ഗാർഡനിൽ. ഞാൻ പിന്നെ അധികം വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല. പിന്നെ അത്ര നല്ലൊരു ക്ലൈമറ്റും അല്ലായിരുന്നു. വെതർ ഭയങ്കര ഒരു തണുപ്പും എന്തൊക്കെയോ പോലെ. പിന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്തു നീനു തന്നെയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്തത്. ഞാൻ പിന്നെ ഹെൽപ്പ് ചെയ്തു ഇതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാൻ, ചിക്കൻ പൊരിക്കാനും. വന്നത് മണി 9:30 കഴിഞ്ഞപ്പം. അങ്ങനെ ഞാൻ നീനുവിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലോട്ടേക്ക് നടന്നു പോവാണ്. ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കുറേ നേരം സംസാരിച്ചിരുന്നു ഗൈസ്. വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല. നീനുവിന് വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇനി വന്നത് നീനുവിനെ കാണാനായിട്ട്. ഇനി ഇവിടെ നിന്നൊരു 40 മിനിറ്റ് കാണിക്കുന്നു നടക്കാൻ. ഞാൻ ഈ രാവിലത്തെ വെയിൽ കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ ഇപ്പോൾ ഭയങ്കര ഭയങ്കര തണുപ്പ് ഗൈസ്. സോറി ഗൈസ്, കാരണം ഈ വീഡിയോയിൽ ഒരുപാടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് ഞാൻ വന്ന വഴിയും പിന്നെ നീനുവിൻ്റെ വീട്ടിൽ പോയി കഴിച്ചതും അതൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാനിനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബായ്.